നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടീനസിനെ എന്തു വന്നാലും മാറ്റും എന്ന തരത്തിലുള്ള വാർത്തകൾ പോർച്ചുഗീസ് മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഈ എന്തു വന്നാലും എന്ന് പറഞ്ഞ യുവേഫ നേഷൻസ് ലീഗിൻ്റെ റിസൾട്ടിനെ കുറിച്ചാണ്. യുവേഫ നേഷൻസ് ലീഗിൽ അവർ കിരീടം ചൂടിയാലും ഇല്ലെങ്കിലും റോബർട്ടോ മാർട്ടീനസിൻ്റെ വഴി പുറത്തേക്കാണ്. ഫിഫ വേൾഡ് കപ്പിനുള്ള ക്വാളിഫയർ ഘട്ടം വരുമ്പോൾ അദ്ദേഹമായിരിക്കില്ല, പുതിയ കോച്ചായിരിക്കും. ഹോർഗെ ഹീസസിനെ പരിഗണിക്കുന്നുണ്ട് കോച്ച് സ്ഥാനത്തേക്ക് എന്നുള്ള വാർത്തകൾ കൂടി വരുത്തും. എന്താപ്പോൾ ഇതിനൊക്കെ കാരണം? സംശയമൊന്നുമില്ല, യൂറോ കപ്പിൽ ടീമിന് കാലിടറിയത് വലിയ രൂപത്തിലുള്ള ചർച്ചയായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടാവില്ല എന്ന തരത്തിലുള്ള ചില വിമർശനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു മാധ്യമ വാർത്ത നോക്കിയാണ്. റോബർട്ടോ മാർട്ടീനസ് വിൽ നോട്ട് ബി ദി മാനേജർ ഫോർ ദി ക്വാളിഫയിങ് ഫേസ് ഓഫ് ദി 2026 വേൾഡ് കപ്പ് ഈവൻ ഇഫ് പോർച്ചുഗൽ വിൻസ് ദി നേഷൻസ് ലീഗ് ദിസ് വീക്ക്. ഈ വാർത്ത പുറത്തുവിടുന്ന പോർച്ചുഗീസ് ന്യൂസ് ഔട്ട്ലെറ്റ് ആയിട്ടുള്ള SIC നോട്ടീസിയാസാണ്. അതിൽ അവർ പറയുന്നത് ഈ ഒരു യുവേഫ നേഷൻസ് ലീഗിൽ കിരീടം ചൂടിയാൽ പോലും അദ്ദേഹം അവിടെ കോച്ചായി തുടരില്ല എന്നാണ്. അതുപോലെ തന്നെ SICയുടെ മറ്റൊരു റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഹോർഗെ ഹീസസിനെ സ്ട്രോങ് കാൻഡിഡേറ്റ് ആയിട്ടാണ്, അടുത്ത കോച്ചിനുള്ള സ്ട്രോങ് കാൻഡിഡേറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷനൊക്കെ പരിശീലിപ്പിച്ച് ഒന്നും നേടാതിരുന്ന ഒരാളാണ് റോബർട്ടോ മാർട്ടീനസ്. അപ്പോൾ ഫെർണാണ്ടോ സാൻഡോസിനെ ഒഴിവാക്കിയ ഘട്ടത്തിൽ റോബർട്ടോ മാർട്ടീനസിനെ പിടിച്ച് കോച്ചാക്കി പോർച്ചുഗൽ നല്ല തുടക്കമാണ് ആ ഒരു യൂറോ കപ്പിനുള്ള ക്വാളിഫയറിൽ ടീമിനുണ്ടായിരുന്നത്. പക്ഷേ യൂറോ കപ്പിലെ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം തന്നെ ഇന്നലെ സ്പോർട് TVയോട് സംസാരിച്ചപ്പോൾ ഇത് പറഞ്ഞു. 10 കളികൾ തുടരെ വിജയിച്ചിട്ടും എൻ്റെ നേരെ വിമർശനങ്ങൾ വന്നുകൊണ്ടിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. റോബർട്ടോ മാർട്ടീനസ് പറയുന്നു, നോക്കുക, ദേശീയ ടീം എന്ന് പറഞ്ഞാൽ എല്ലാവരുടേതുമാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അതിന് ശക്തി ഉണ്ടാവുക. ക്വാളിഫയിങ് ഫേസിൽ, ഇപ്പോൾ യൂറോ കപ്പിൻ്റെ ക്വാളിഫയിങ് ഫേസിൽ I won 10 games out of 10, 10ൽ 10 വിജയിച്ചു. എന്നിട്ടും എൻ്റെ നേരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം നാഷണൽ ടീമിൻ്റെ കോച്ചാകുമ്പോൾ സ്വാഭാവികമാണ്, ഇപ്പം ക്രിറ്റിസിസങ്ങൾ വരും. അത് പക്ഷേ സബ്ജക്റ്റീവായിട്ടുള്ളതും ഉണ്ടാവും, അൺഫെയർ ആയിട്ടുള്ളതും ഉണ്ടാവും. ഞാൻ എൻ്റെ ജോലി ഇങ്ങനെ തുടർന്നു കൊണ്ടുപോവുകയാണ്. ഇപ്പം ചുറ്റുവട്ടത്തുള്ള നോയ്സസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നൊന്നുമില്ല. എനിക്കറിയാം, എൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഒപ്പീനിയൻസ് ഉണ്ടാക്കുന്ന, ആളുകൾക്ക് അഭിപ്രായം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ആളുകൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടാവും, എൻ്റെ വർക്ക് നല്ലതാണോ മോശമാണോ എന്നൊക്കെ. പക്ഷേ എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് എല്ലാം കൊടുക്കുക, സർവ്വം സമർപ്പിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. മൈ കമ്മിറ്റ്മെൻറ്റ് ഈസ് ടോട്ടൽ. എനിക്ക് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്, ദേശീയ ടീമുകളെ പരിശീലിപ്പിച്ച് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ഗോൾ എന്ന് പറയുന്നത് എല്ലാ കോമ്പറ്റീഷനും വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. പക്ഷേ കിരീടം ചൂടിയാൽ പോലും, നാഷൻസ് ലീഗിൽ ഇപ്പോൾ കിരീടം ചൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ പോലും അദ്ദേഹം പുറത്താവും എന്നാണ് വാർത്ത. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.